ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒന്നിലും ഒരു പ്രൈവസി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണ്ടത് ഈ ബാലൻസ് ചെയ്യാൻ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി എത്രയും പൊക്കോട്ടെ, പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ മൂല്യബോധം കൂടി വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ തട്ടിങ്ങനെ പൊങ്ങിയിരിക്കും, മറ്റേ തട്ട് താഴ്ന്നിരിക്കും. അപ്പോൾ ഈ പറയുന്നത് പോലെ വലിയ ഡേഞ്ചറസ് ആകും കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുന്നത്, ഒട്ടും കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുക, അല്ലെങ്കിൽ വളരെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അത് അധ്യാപകരാണെങ്കിലും നമ്മുടെ സമൂഹത്തിലുള്ള മുതിർന്നവരാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും ചുമതലയാണ്. അങ്ങനെ ഒരു മൂല്യബോധമുള്ള ഒരു സമൂഹമാണെങ്കിൽ അവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവരത് ഈ വേസ്റ്റിനെ നല്ല വസ്തുക്കളാക്കി ഉണ്ടാക്കുന്നത് പോലെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ചെറിയ കാര്യമല്ല, നമുക്കത് നിസ്സാരമായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് ടോട്ടലായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഭരണകർത്താക്കളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഒന്നിച്ച് നിന്നൊരു എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ ഒരു സൊസൈറ്റിയിൽ ചേഞ്ച് വരത്തുള്ളൂ.